നമസ്കാരം. SFIക്ക് മയക്കുമരുന്ന് കടത്തുമായി ബന്ധമില്ല. വിവിധ ഹോസ്റ്റലുകളിൽ നിന്ന് പിടിച്ച മയക്കുമരുന്നുമായി ബന്ധമില്ല. ക്യാമ്പസുകളിലും സ്കൂൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ഗ്രൂപ്പുകളുമായിട്ടൊന്നും ബന്ധമില്ല. ഇല്ലാതിരിക്കട്ടെ, തീർച്ചയായിട്ടും സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് പഠിക്കുക, പോരാടുക എന്നുള്ള ആശയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്നാണ് പറയുന്നത്. CPMന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. അത്തരത്തിൽ മോശം സംഭവങ്ങളുമായി അവർക്ക് ബന്ധമില്ലാതിരിക്കട്ടെ. ഇത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോയാണ്. ഈ വീഡിയോയുടെ ആധികാരികതയെക്കുറിച്ച് നമ്മൾ ഒന്നും പറയുന്നില്ല. ഈ വീഡിയോയിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു SFI നേതാവ് ഇരുന്ന് കഞ്ചാവ് പുകയൂതുന്നു എന്നുള്ള ഒരു തലക്കെട്ടോടു കൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വീഡിയോ പ്രചരിക്കുന്നത്. ഘട്ടത്തില് ഷോക്കടിക്ക് പറഞ്ഞില്ല, അതേപോലെ മനസ്സിലാവുന്നില്ല. ഇതിനെ വളർത്തുന്നത് പോലും ഇത്രയും വേറെ തീർച്ചയായിട്ടും ഇത് SFI നേതാവല്ലാതിരിക്കട്ടെ, അല്ലെങ്കിൽ SFIയുമായി ഇതിന് ബന്ധമില്ലാതിരിക്കട്ടെ. SFI ക്യാമ്പസുകളിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യട്ടെ. SFI ക്യാമ്പസുകളിൽ ഉയർന്ന നിലവാരത്തിലുള്ള പഠന നിലവാരമൊക്കെ തന്നെ പുലർത്തി മുന്നേറട്ടെ. SFI കുട്ടികൾ നേരാവണ്ണമുള്ള മാർഗത്തിലൂടെ റാങ്ക് വാങ്ങിക്കട്ടെ, ജോലി വാങ്ങിക്കട്ടെ. മയക്കുമരുന്നും ഇതുപോലെ രാസലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ SFIക്കാർ പങ്കെടുക്കാതിരിക്കട്ടെ. അഭിരാജിനെയൊക്കെ പുറത്താക്കി എന്ന് പറയുന്നു. ജാഗ്രത കുറവുണ്ടായെന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. അതായത് കഞ്ചാവ് കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമായിരുന്നു, ആരും അറിയാതെ കൈകാര്യം ചെയ്യണമായിരുന്നു എന്നാണോ നിങ്ങളുടെ നേതാവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയില്ല. അഭിരാജിന്റെ നേതാവ് ഇപ്പോഴത്തെ നേതാവല്ല, നേരത്തെ നേതാവ്. കാരണം പാർട്ടിയിൽ നിന്ന് SFIയിൽ നിന്ന് ഇയാളെ പുറത്താക്കിയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും SFI ആയാലും KSU ആയാലും മറ്റേത് വിദ്യാർത്ഥി പ്രസ്ഥാനമായാലും MSF ആയാലും ABVP ആയാലും ASF ആയാലും ആരായാലും ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങളുമായി അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ നടപടികളുമായി ബന്ധമുണ്ടാകാതിരിക്കട്ടെ. ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇത് തിരുവനന്തപുരം പേരൂർക്കട ലോ അക്കാഡമി ലോ കോളേജ് ക്യാമ്പസിനകത്ത് വെച്ച് ഷൂട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയുന്നു. ഞങ്ങൾക്കതിൽ ഉറപ്പൊന്നുമില്ല, ഞങ്ങളത് ഉറപ്പിക്കുന്നുമില്ല. ഞങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് കിട്ടിയ ഒരു വീഡിയോ പ്രേക്ഷകരുമായി പങ്കുവെച്ചു എന്ന് മാത്രം. എന്തായാലും നല്ല കാര്യമൊന്നുമല്ല ഈ താടി വെച്ച യുവാവ് കാണിക്കുന്നത്. ഇത് ഈ വ്യക്തിയാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എന്ന് ഞങ്ങൾ പറയുന്നുമില്ല, അങ്ങനെ പറയേണ്ട കാര്യവുമില്ല. കാരണം ഞങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്തായാലും ഇത് ക്യാമ്പസുകളിലൊക്കെ തന്നെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിന്റെ നേർചിത്രമാണ് എന്ന് മനസ്സിലാകുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ശക്തമായ നിയമ നടപടികൾ ഇവർക്കെതിരെയൊക്കെ തന്നെ കൈക്കൊള്ളണം. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ കഞ്ചാവ് വലിച്ചു വീഡിയോ എടുത്തൊക്കെ തന്നെ പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് വലിയ മേന്മയാണ് എന്ന് ധരിക്കുന്നവരുണ്ടാകാം. ഞങ്ങൾക്കറിയില്ല. എന്തൊക്കെയായാലും ശരി, ഈ ഒരു വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതിന്റെ ആധികാരികതയെക്കുറിച്ച്, ഇതെന്താണ് സംഭവിച്ചത്, എവിടെയാണ് സംഭവിച്ചത്, ആരാണ് ഇതിലെ വ്യക്തികൾ എന്നുള്ള കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ചുമതല പോലീസിനും അതത് ക്യാമ്പസ് അധികാരികൾക്കുമാണ്. അവർ അത് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.